ഈ സാധനത്തിൻ്റെ AC ഒന്നും വർക്ക് ചെയ്യില്ലേ? മനുഷ്യനെ ചൂടെടുത്തിട്ട് ചെയ്യുക. എന്താടോ തനിക്ക് ആ കഥ പറയാത്തതിൻ്റെ ദേഷ്യമാണോ? എന്താ കേസിലെ ഡീറ്റെയിലൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ? ഐ നോ ബേർഡ്സിലേക്കും. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞല്ലേ? Now, let me make myself very clear to you. Firstly, ഞാനൊരു വക്കീലാണ്, നിന്റെ വേലക്കാരനല്ല. സെക്കൻഡ്ലി, ഒരു പെൺകുട്ടി നിന്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. നിന്റെ ഈ ചെറിയ തലയിലെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. യു വിൽ റിയലൈസ് ദിസ് ഇസ് എ ബിഗ് മെസ്. നിന്നെ എനിക്ക് കുറച്ച് നേരത്തെ പരിചയമുള്ളൂ. ബട്ട് ഐ ക്യാൻ ടെൽ യു വോണ്ട് സർവൈവ് ജയിൽ. നീ എവിടുന്ന് ജീവനോടെ തിരിച്ചു വരില്ല. ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എനിക്കേ പറ്റൂ. സോ യു ആർ അറ്റ് മൈ മേഴ്സി. ഞാൻ ഈ കേസിനെ കുറിച്ച് പല ചോദ്യങ്ങളും ചോദിക്കും. അതിനെല്ലാം നീ സത്യസന്ധമായി ഉത്തരം പറയും. മനസ്സിലായോ? ഗുഡ്. ഇനി പറ, ആ കുട്ടി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? അച്ഛനിത് വെറും ഒരു ബിസിനസ് ഡീലാ. എൻ്റെ ഇഷ്ടമൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. ആ പെണ്ണ് ഞാൻ കെട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ആ പെണ്ണിന് ഇഷ്ടമായിട്ടല്ല. അത്രേ ഉള്ളൂ? ആ, പരിപാടികളെല്ലാം കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കപ്പിൾ ഓഫ് ടൈംസോ? ആ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. ഇഫ് യു ഹാഡ് സെക്സ്, അത് അവളുടെ സമ്മതത്തോടെ ആയിരുന്നെങ്കിലും ഇറ്റ്സ് മൊളസ്റ്റിംഗ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പീഡനം. അറിയാലോ, ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്, ചെലവ് കൂടും. എന്നറിയിക്കോ? ഹലോ, ഞാൻ അഡ്വക്കേറ്റ് സത്യ. വിളിച്ചിരുന്നു. മായ, ഷീസ് ഓക്കേ നൗ. രാമകൃഷ്ണൻ സാർ ഒരു തുകയുടെ കാര്യം സംസാരിക്കാൻ പറഞ്ഞിരുന്നു. കോമ്പൻസേഷനാണോ? കാശിയുള്ള വീട്ടിലെ സന്തതിയല്ലേ. എന്ത് ചെറ്റത്തരം കാണിച്ചാലും കാശിറങ്ങി രക്ഷിക്കാൻ ഒരപ്പനുള്ളതിൻ്റെ ഹുങ്ക. അവനോട് ഇത് പറഞ്ഞേക്ക്. അവൻ്റെ തന്ത വിചാരിച്ചാലും അവനെ രക്ഷിക്കാൻ പറ്റില്ല. സാറിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സാറിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ റിയാക്ട് ചെയ്യൂ. സാറിന് സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അഭയ്ക്കെതിരെ സാർ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. എൻ്റെ മോളെ ഈ നിലയിലെത്തിച്ചവനെ ഞാൻ വെറുതെ വിടണം?
വേറെ വഴിയില്ല സർ. അവനെതിരെ സാറിന് കോടതിയിലേക്ക് നീങ്ങാം. പക്ഷേ മായയ്ക്കും ശിക്ഷ കിട്ടും. എന്തിന്? ഇവിടെ വ്യക്തി എൻ്റെ മകളല്ലേ? ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും നിയമപ്രകാരം കുറ്റമാണ്. കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സാറിൻ്റെ ഒരു ഒപ്പ് മതി. അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം. പിള്ളേരില്ല സർ. ഈ പ്രായത്തിൽ ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ഉണ്ടാവാം. ലെറ്റ്സ് ഗിവ് ദം എ സെക്കൻഡ് ചാൻസ്. മാത്രമല്ല, ഇതൊക്കെ കോടതി വരെ എത്തിച്ചാൽ മായ ഒരുപാട് സഹിക്കേണ്ടി വരും. മീഡിയ കവറേജ്, കോടതിയിലെ ക്രോസ് എക്സാമിനേഷൻ, അതൊക്കെ മായയ്ക്ക് താങ്ങാനാവാത്ത പ്രഷറാവും. മീഡിയയെ വെറുതെ ഈ പ്രശ്നത്തിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കണോ? ഐ ഡോണ്ട് കെയർ അബൌട്ട് മീഡിയ. അത് വെറുതെ. പിന്നെ എന്തിനാ സർ തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ഫാമിലി ഡോക്ടറുള്ള ഹോസ്പിറ്റലിൽ തന്നെ മോളെ കൊണ്ടുപോയത്? ഞാൻ സമ്മതിച്ചാൽ മായ സമ്മതിക്കണമെന്നില്ല. അവൾക്ക് അവൻ എങ്ങനെയെങ്കിലും ഹേർട്ട് ചെയ്യണമെന്ന് ചിന്തയേ ഉള്ളൂ. വല്ലാത്ത വാശിയുള്ള കുട്ടിയാണ് അവൾ. ഞാൻ സംസാരിച്ചു നോക്കാം. അവൻ്റെ വക്കീലാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി. അത് പറയണ്ട. മായയോട് ഞാൻ സാറിൻ്റെ വക്കീലാണെന്ന് പറഞ്ഞാൽ മതി. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം അങ്കിൾ. മായയുടെ ഫ്രണ്ടാ സാറ. കോളേജിൽ മോളുടെ സീനിയറാ. ഇവരടുത്താ വീട്. കൂടെ എപ്പോഴും ആരെങ്കിലും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്ങാനും വീണ്ടും Security blanket. നമ്മുടെ കേസ് വാദിക്കുന്ന വക്കീല. ഇയാൾക്ക് മോളോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. Wow. Even answer your own door, Senator. I'm impressed. Front porch mentality. I like to know who's visiting. ഹലോ, ഞാൻ അറിയാം. അഡ്വക്കേറ്റ് സത്യ, പാലേക്കര പീഡന കേസിലെ പ്രതിഭാഗം വക്കീൽ. പത്രത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. ബാഡ് സ്റ്റാർട്ട്. പെർഫെക്റ്റ് സ്ട്രേഞ്ചർ നല്ല സിനിമയാ. ഇതൊന്നും കണ്ടിട്ടില്ലേ? ദീസ് ആർ ക്ലാസിക്സ്. ഇതൊന്നും എൻ്റെ ടേസ്റ്റ് അല്ല. സിനിമയാകുമ്പോൾ കുറച്ചൊക്കെ എരിവും പുളിയും വേണം. ഇതും നല്ല സിനിമയാ. സോ മായ, ടെൽ മീ, ഹൗ ഡു യു ഫീൽ? ഹൗ ഡു ഐ ഫീൽ? ഓക്കെ, ലെറ്റ്സ് സീ. എൻ്റെ കാമുകൻ എന്നെ ചതിച്ചു. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. കുറേ ബ്ലഡ് പോയത് മിച്ചം. അതും വെറുതെയായി. എനിക്കിനി എന്ത് വേണം? ഐ ഫീൽ വണ്ടർഫുൾ. വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? ഇല്ല, ദേഷ്യം തോന്നിയിരുന്നെങ്കിൽ ഞാൻ ആ ഫ്ലവേഴ്സ് എടുത്ത് വക്കീലിന്റെ തലക്കടിച്ചേനെ. ക്ലിയർലി മായ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ളൊരു മൂഡിലല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ പിന്നെ വരാം. വേണമെന്നില്ല. ഇത്രയ്ക്ക് ഹോസ്റ്റലാവേണ്ട കാര്യമുണ്ടോ? വി ആർ ഓൺ ദ സെയിം ടീം. ആ പറഞ്ഞത് നുണ. സോറി. സംസാരിക്കുമ്പോൾ കണ്ണ് വലത്തോട്ട് പോയി. കള്ളം പറയുന്നതിന്റെ ക്ലാസിക് ലക്ഷണ. മായയുടെ സബ്ജക്റ്റ് സൈക്കോളജി ആണോ? കോമേഴ്സ്. ഞാൻ മായ ഒരു ഡ്രൈവിന് കൊണ്ടുപോട്ടെ? വാട്ട്? ഈ അവസ്ഥയിലോ?
പ്ലീസ് ലെറ്റ് മീ ഫിനിഷ്. ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നാൽ മായയുടെ മൈൻഡ് സെറ്റിനൊരു മാറ്റം ഉണ്ടാവില്ല. പുറത്തിറങ്ങി കുറച്ച് കാറ്റ് കൊള്ളുമ്പോൾ ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ തോന്നും. ഇവിടെ വെച്ചല്ലേ മായ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇറ്റ്സ് ഡിപ്രസിങ്. ഓക്കെ, ഞാൻ ഡ്രസ് ചെയ്ത് വരാം. ഞങ്ങൾ മാത്രം മതി. മായയുടെ ചുറ്റുമുള്ള ആംബിയൻസ് മൊത്തം മാറണം സാർ. അൺഫോർച്ചുനേറ്റ്ലി സാറും അതിൻ്റെ ഒരു ഭാഗമാണ്. മായയ്ക്ക് എന്നെ അറിയില്ല. ഇപ്പം മായയ്ക്കൊരു നല്ല ഫ്രണ്ടിനെയാണ് ആവശ്യം. എനിക്കതാകാം. ഓക്കെ, ഞാനോട് സംസാരിക്കട്ടെ. ഉം.